സാർ, ഉത്തർപ്രദേശിലെ സംഭാലിൽ മസ്ജിദിലെ സർവേയുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമുണ്ടായി, വെടിവെപ്പുണ്ടായി, മരണമുണ്ടായി. ഇപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങോട്ട് ഇന്നലെ തിരിച്ചിരുന്നു. പക്ഷേ UP പോലീസ് അദ്ദേഹത്തെ തിരിച്ചയച്ചു. അദ്ദേഹം ഈ അവസാന ഘട്ടം ഒരു നാടകത്തിനുള്ള ശ്രമമാണോ നടത്തുന്നത്? സംശയം എന്താ? അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നതല്ല ഇന്ന് നാടകം. കപടം എന്നുള്ളത് കൂടി അതിന് പ്രിഫിക്സ് ചെയ്യണമെന്നേ ഉള്ളൂ. അദ്ദേഹം അമേരിക്കയിൽ പോകുന്നു, ബ്രൂക്ലിൻ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു, ഫിലാഡൽഫിയയിൽ പോയി പ്രസംഗിക്കുന്നു സ്നേഹത്തിൻ്റെ കട തുറക്കുന്നതിനെക്കുറിച്ച്, ലണ്ടനിൽ പോകുന്നു, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അവിടെ പോയി പ്രസംഗിച്ച് എല്ലാവരെയും ഉത്ബുദ്ധരാക്കുന്നുണ്ടല്ലോ. എന്തേ ബംഗ്ലാദേശിലോട്ടൊന്നും പോകാൻ? തൊട്ടടുത്തല്ലേ, റോഡ് മാർഗം പോയാലും പോകാമല്ലോ. എന്തേ പോകാത്തത്? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞ് പോകാമായിരുന്നു, എന്തേ പോകാത്തത്? ശങ്കുറപ്പുണ്ടോ അദ്ദേഹത്തിന് പോകാൻ? അതിനെ പോട്ടെ, അത് വേണ്ട. ഒരു വാക്ക് സംസാരിച്ചു. പാർലമെൻറ്റ് സമ്മേളനം നടത്തുകൊണ്ടിരിക്കെ 5 ദിവസം അദാനി പ്രശ്നത്തിൽ പാർലമെൻറ്റ് സ്തംഭിച്ച് കുളമാക്കിയിട്ട് സമ്പലിൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് പോവുകയാണ്. ഒറ്റയ്ക്കല്ല, ടീമായിട്ടാണ് പോയിരിക്കുന്നത്. സഹോദരിയും കൂട്ടാതിരുന്നത്. വയനാട്ടിൽ വരുമ്പോഴും വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിക്ക് സ്വീകരണം കൊടുക്കാൻ നാട്ടുകാർ ഇയാൾ എന്തിനു കയറി വന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ കുടുംബ മാഹാത്മ്യം കാണിക്കാനോ? എനിക്ക് തോന്നുന്നത് അവിടെ കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പോകേണ്ട കാര്യമില്ല. പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ തീർച്ചയായിട്ടും അതിശയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനേക്കാൾ മുമ്പിലെത്തും. കുറച്ചുകൂടെ കോമൺ സെൻസ് ഉണ്ട്. അത് BJPക്ക് ഭീഷണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി അവളിപ്പോൾ അങ്ങനെ നേതാവാണ്ടെന്ന് പറഞ്ഞാൽ അതിന് തടയിടാൻ കൂടെ നടക്കുന്നതാണെന്ന് എനിക്കറിയില്ല. കുറച്ച് കോമൺ സെൻസ് പപ്പു അല്ല, എന്തായാലും അവർ കുറച്ച് കോമൺ സെൻസ് ഒക്കെയുള്ള ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു. രാഷ്ട്രീയമായിട്ട് എന്തുമായിട്ട് നല്ല രാഷ്ട്രീയത്തിൽ കൂടെ എതിർക്കൂ. നിങ്ങൾ BJPയോ ആരെ വേണമെങ്കിലും എതിർക്കൂ. അല്ലെങ്കിൽ ഈ പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് വിഡ്ഢിത്തരം പറഞ്ഞുകൊണ്ടും ആകുമ്പോഴാണ് നമുക്കത് അസഹ്യമായിട്ട് തീരുന്നത്. ഇദ്ദേഹം ഈ വിഡ്ഢിത്തം പറയാൻ അദ്ദേഹം സമ്പലിലേക്ക് പോകാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും അവകാശം, ഞാൻ ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൊണ്ട് എനിക്ക് പോകണം, എൻ്റെ ഭരണഘടനാ അവകാശം ലംഘിക്കുക എന്നും പറഞ്ഞ അയാൾ അവിടെ നിന്നും കൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ നിന്നും കൊണ്ട് മാന്ത്രികന്മാർ അവരുടെ തൊപ്പിയിൽ നിന്ന് മുയലിനെ എടുത്ത് കാണിക്കുന്നത് പോലെ എടുത്ത് കാണിക്കുക ഭരണഘടന. ഹേ മനുഷ്യ, നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്ന ഇന്ത്യയിലെ UPയിലെ ജനങ്ങളെക്കുറിച്ച്? നിങ്ങളുടെ മുത്തശ്ശി അടിയന്തരാവസ്ഥ മൂലം ഇന്ത്യൻ ഭരണഘടനയെ റദ്ദാക്കിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അവരെ തോൽപ്പിക്കാനുള്ള കോമൺ സെൻസ് കാട്ടിയ ജനങ്ങളാണ് UPയിലേത്. അന്നത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ തല പോയത് UPയിൽ നിന്നാണ്. അത്ര കോമൺ സെൻസ് ഉള്ളവരാണ്, അവർക്കറിയാം. ഇദ്ദേഹത്തെ തോൽപ്പിച്ചു. അത് പേടിച്ചല്ലേ താങ്കൾ വയനാട്ടിലേക്ക് വന്നത്? നിങ്ങൾ ഈ മുയലല്ല തൊപ്പിക്കകത്തിലെ മുയലല്ല ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യയുടെ സ്വത്വമാണ്. ഇന്ത്യയുടെ സ്വത്വത്തെയാണ് ഭരണഘടനാ രൂപത്തിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ അംബേദ്കർ എന്ന് ചെല്ലയ്യ, അതുപോലെ കേരളത്തിൽ നിന്നുള്ള ദാക്ഷായണി വേലായുധൻ, സാക്ഷാൽ ദാക്ഷായണി വേലായുധൻ എന്ന പിന്നോക്ക ജാതിക്കാരിയായ സ്ത്രീ ഉൾപ്പെടെ ഉള്ളവർ 2 വർഷക്കാലം ഇരുന്ന് സമഗ്രമായി ഇന്ത്യയുടെ സംസ്കാരം, സത്വം, ചേതന ഇതെല്ലാം പഠിച്ച് അതിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. താങ്കളിത് വായിച്ച് നോക്കിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. എന്തായാലും ഞാനിത് വായിച്ച് നോക്കിയിട്ടുണ്ട്. എനിക്ക് ബോധ്യമായ ഒരു കാരണം, ഡിസ്റപ്റ്റഡ് പ്ലേസസ് ആക്ട്സ് എന്നൊരു ആക്ട് ഉണ്ട്. അങ്ങനെ അവിടുത്തെ ഭരണകൂടം കളക്ടർ മതി. കളക്ടർ പറയുകയാണ് അവിടേക്ക് പുറത്തുനിന്ന് ആരും പ്രവേശിക്കരുതെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് പോലും പ്രവേശിക്കാൻ കഴിയില്ല. അല്ല, ഞാൻ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, പ്രസിഡന്റാണ്. ഭരണഘടനയ്ക്കെതിരാണ്. ഭരണഘടന ലംഘിക്കാൻ ശ്രമിച്ച ആ കപട നാടകം കളിച്ച് പക്ഷെ അയാൾ കയ്യിലൊരു ഭരണഘടനയും ഭരണഘടന ഇവിടെ പുസ്തകം പൊക്കി പിടിച്ചിട്ട് കാര്യമില്ല. ഭരണഘടനയെ പൊക്കി പിടിക്കണം. അതനുസരിച്ചാണെങ്കിൽ നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ അവമതിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തിയത് പണ്ട് സുലൈമാൻ സേട്ട് മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇസ്ലാമാബാദിൽ പോയി, അല്ല അന്നത്തെ റാവൽപിണ്ടി, അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് മാതൃഭൂമി പത്രം അതിനെതിരെ മുഖപ്രസംഗം എഴുതിയിട്ടുള്ളതാണ്. ഞാൻ വായിച്ചു. അതിൻ്റെ വടിവൊത്ത അക്ഷരങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലിരിക്കുന്നു. മാതൃഭൂമി ഇപ്പോൾ വീണ്ടും ഒരു മാധ്യമമായിട്ട് മാറിയത് വേറെ കാര്യം. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സ്പിരിറ്റ്. ആ സ്പിരിറ്റ് മനസ്സിലാക്കാതെ 2 മതവിഭാഗങ്ങൾ തമ്മിൽ ഒരു അപകടവും അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ എന്താ സംഭവിച്ചത്? ഒരു മതവിഭാഗം നടത്തിയ ആക്രമണമാണ്. എങ്ങനെ? കോടതി ഒരു ഉത്തരവിട്ടു. ആരോ കോടതിയിൽ കൊണ്ട് ഹർജി കൊടുത്തു. അല്ല തല്ലുണ്ടാക്കാൻ പോവോ പള്ളി പൊളിക്കാൻ പോവോ ചെയ്തില്ല, ബാബറി മസ്ജിദ് പോലെ. അപ്പോൾ കോടതി ഉത്തരവിട്ടു. ഇന്ത്യൻ പൗരന്റെ അവകാശമാണ് അവിടെ പള്ളി പൊളിച്ചാണോ, ക്ഷേത്രം പൊളിച്ചാണോ അവിടെ മസ്ജിദ് നിർമ്മിച്ചത്? ഇതൊന്നും അറിയണം. ഇന്ത്യൻ ഭരണഘടന താങ്കൾ ഉയർത്തിപ്പിടിച്ച ഈ ഭരണഘടന ഉണ്ടല്ലോ, അതിനുള്ള അവകാശം നൽകുന്നുണ്ട്. അതറിയാനുള്ള അവകാശം.
അത് കോടതി അത് പ്രകാരം സർവേ നടത്താൻ, സർവേ വന്ന് സത്യം പുറത്താവുന്നതിന് ആർക്കാ ഇത്ര പേടി? സത്യം സത്യമായിട്ട് നിൽക്കട്ടെ. പള്ളി ഒളിച്ചവിടെ അമ്പലം പണിയണമെന്ന് ആരും പറയില്ല. പക്ഷേ ഇതിൻ്റെ പുറത്തൊക്കെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബാബറിൻ്റെ കാലത്ത് അത്തരം ക്രൂരകൃത്യങ്ങൾ ഒരുപാട് നടന്നിരുന്നു. ഔറംഗസീബിൻ്റെ കാലത്ത് നടന്നിരുന്നു. ടിപ്പു സുൽത്താൻ്റെ കാലത്തും നടന്നിരുന്നു, ധാരാളമായിട്ട് നടന്നു. മാപ്പിള ലഹള കാലത്തും മലബാറിലും ഇതൊക്കെ നടന്നിരുന്നു. ഇതൊക്കെ സത്യങ്ങൾ തന്നെയാണ്. അല്ലാതെ ഈ ഹിന്ദു മതത്തിലെ ഈ എന്താ പറയുന്ന ജാതി സമ്പ്രദായം മാത്രമൊന്നുമല്ല സത്യം. ഒരുപാട് സത്യങ്ങളുണ്ട് നിങ്ങൾ പറയാനും നിങ്ങൾ കേൾക്കാനും ഇഷ്ടപ്പെടാത്ത സത്യങ്ങൾ, അവയും സത്യമാണ്. ജാതി സമ്പ്രദായം ഉണ്ടായിരുന്നു, അസ്പൃശ്യത ഉണ്ടായിരുന്നു, തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് സത്യമാണ്. അതുപോലെ തന്നെ സത്യമാണ് പല ഇന്ത്യയിലെ വളരെ പേരുകേട്ട ക്ഷേത്രങ്ങളും തകർത്തിട്ട് ഇവിടെ പള്ളികളുണ്ടാക്കി. ഇത് നിങ്ങൾ അറിയണമെങ്കിൽ ഹിന്ദുക്കൾ മാത്രം പോരാ, ഹിന്ദുക്കൾ പറയുന്നത് പോട്ടെ, അവരുടെ വിശ്വാസത്തിന്. കെ മുഹമ്മദ് എന്ന് പറയുന്ന ശുദ്ധ ഇസ്ലാമായിട്ടുള്ള വ്യക്തി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തലപ്പത്തിരുന്നപ്പോൾ കണ്ടെത്തിയ സത്യമാണ്. വിദേശത്തു നിന്ന് വരുന്ന ആക്രമണികളായ രാജാക്കന്മാർ, ഏത് മതത്തിലും പെട്ടവരായിട്ട്, അവർ വന്ന് ഈ ക്ഷേത്രങ്ങളെല്ലാം നശിപ്പിച്ച് നാറാണക്കൽ വെച്ചു. അത്തരം ധാരാളം ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചു. പണ്ട് ക്ഷേത്രങ്ങളിൽ ഈ ധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ധനം സൂക്ഷിച്ചിരുന്നു, വിജ്ഞാനം സൂക്ഷിച്ചിരുന്നു. ക്ഷേത്രം മാത്രമല്ലല്ലോ കൊള്ളയടിച്ചത്, വിജ്ഞാന സമ്പത്തുകൾ, നളന്ദ, തക്ഷശില, വിക്രമശില, സർവകലാശാലകൾ മുഴുവൻ കത്തിയെരിഞ്ഞു. അവ കത്തിയെരിഞ്ഞ് നിന്നത് 14 ദിവസമാണ്. അവ തീ വെച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കത്തിയെരിഞ്ഞു നിന്നത് 14 ദിവസമാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥശേഖരങ്ങളുടെ ആ വൈപുല്യം ആലോചിച്ച് നോക്കൂ. അപ്പോൾ അറിവിനെ തകർത്തു, വിശ്വാസത്തെ തകർത്തു. നമ്മൾ പറയുന്നില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളല്ല, അവർ ഇന്ത്യയെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങളാണ്. ബംഗ്ലാദേശ് ആക്രമണം ഹിന്ദുക്കൾക്കെതിരെ നടത്തിയപ്പോൾ ഡൽഹി ഇമാം പറഞ്ഞു നിർത്തൂ. സ്വാതന്ത്ര്യ സമരത്തിൽ അവർ തോളോട് ചേർന്ന് പങ്കുതീർന്നു. ഞാൻ പറയുന്നത് ചില പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെതായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. പ്രത്യേകിച്ചും മദ്രസ വിദ്യാഭ്യാസത്തിലൂടെയും തെറ്റായിട്ടുള്ള ഈ ക്യാപ്സ്യൂളുകളിലൂടെയും നയിക്കപ്പെടുന്നവരുണ്ട്. അവരുടെ ബോധ്യങ്ങൾ വേറെയായിരിക്കും. രാഷ്ട്രത്തിനേക്കാൾ ഉപരി, ഈ ഭരണഘടനയേക്കാളും ഉപരി അവരുടെ മതത്തിനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ടാകും. പക്ഷേ ഹിന്ദുക്കൾ ഒരിക്കലും ഭരണഘടന തള്ളി പറഞ്ഞിട്ടില്ല. മതത്തിനു വേണ്ടി, മതത്തിനേക്കാൾ ഉപരി സ്നേഹിച്ചിരുന്നു ഭരണഘടനയെ. അതോടൊപ്പം തന്നെ ഈ സംഘർഷത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ സംഘർഷത്തിന് പിന്നിൽ അവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന SP ഉണ്ടല്ലോ, SP യുടെ ഒരു MP പങ്കുള്ളതായ വിവരങ്ങൾ ഉണ്ട്. അദ്ദേഹം എന്നിട്ട് SP പറയുന്നത് എന്താണെന്ന് അറിയോ? അദ്ദേഹം ആ സ്ഥലത്തില്ലായിരുന്നു. ഒരു കലാപം ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ, ഇൻസ്റ്റിഗേറ്റ് എന്നുള്ള വാക്കാണ് ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ അയാളുടെ പ്രസൻസ് അവിടെ വേണമെന്നില്ല, ഫിസിക്കൽ പ്രസൻസ് വേണമെന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു മൊബൈൽ സന്ദേശം മതി. മൊബൈൽ സന്ദേശം വെച്ച് ഹർത്താൽ നടത്തിയത് അറിയാമല്ലോ ഇവിടെ കേരളത്തിൽ. ആരാ നടത്തിയത്? അത് മതി. അല്ല, ഫിസിക്കൽ പ്രസൻസ് വേണമെന്ന് ആര് പറഞ്ഞു? ഈ വിഡ്ഢിത്തമൊക്കെ പറഞ്ഞ് മുലായം സിംഗ് യാദവിൻ്റെ മകൻ ഈ രാഷ്ട്രത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ പല മാർഗ്ഗങ്ങൾ വേറെയുണ്ട്. അവർക്കൊക്കെ ടെലിഗ്രാം എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പായിട്ട് മെസ്സേജ്, ഭീകരന്മാരെങ്ങനെ മുംബൈ ആക്രമണം നിയന്ത്രിച്ചത്? അവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെയായിരുന്നു? സന്ദേശങ്ങൾ കൊടുക്കുകയല്ലേ ചെയ്തുള്ളൂ. ഇസ്ലാമാബാദിൽ ഇരുന്നുകൊണ്ട് സന്ദേശം കൊടുക്കുകയായിരുന്നു. ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം അങ്ങനെയാണ്. ഇതൊക്കെ ചുമ്മാ ആളുകളെ വിഡ്ഢികളാക്കരുത്. അല്ല, അപ്പോൾ ഈ പാർട്ടികൾ തന്നെ ഗൂഢാലോചന നടത്തുകയാണ്. ഉത്തർപ്രദേശിൽ ഒരു ക്രമസമാധാനം തകർന്നതായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഒരു പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുപോകുക. അത് യോഗി സർക്കാരിന്റെ പരാജയമായി വിലയിരുത്തുവാനുള്ള ശ്രമങ്ങളാണോ ഇത്തരം നിരന്തരം ആ മേഖലയിൽ ഇപ്പോൾ സംഘർഷം കൂടി വരാൻ കാരണം? അത് പിന്നെ നേരിട്ട് ഇൻഡയറക്റ്റായിട്ട് അത് തന്നെ. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറയുക. അപ്പോൾ അവർക്കൊരു പേടിയുണ്ടാവും. ആ പേടി മുതലെടുത്തുകൊണ്ട് അവരുടെ വോട്ട് തങ്ങൾക്ക് കൊടുക്കുക. അവർ പറയുന്ന പാവങ്ങളാണ്, അവർ നേരെ ചൊവ്വേ പോകുന്നവരാണ്, സത്യസന്ധരാണ് മുസ്ലിങ്ങൾ പൊതുവേ. അവരിത് കേട്ടത് അങ്ങ് വിശ്വസിക്കുക. അയ്യോ, ഞങ്ങളുടെ നല്ല അപകടത്തിൽ മോദി ഇരുന്നാൽ ഭരണഘടന ഒളിച്ചെഴുതും, മുസ്ലിങ്ങളെ എല്ലാം അങ്ങ് പറഞ്ഞു വിടും എന്നൊരു വിശ്വാസം അവർക്കങ്ങ് വന്നുപോയി. ഇത് വിശ്വസിക്കുക പാവങ്ങൾ. അപ്പോൾ അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് എപ്പോഴും മനസ്സിലൊരു ഭീതി കാണും. അങ്ങനെ ഉണ്ടാവാം. അതിൻ്റെ ഫലമായിട്ട് അവർ ഈ പറയുന്ന ക്യാപ്സ്യൂൾസ് മുഴുവൻ, നെറേറ്റീവ്സ് മുഴുവൻ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വോട്ടുകളെല്ലാം ഞങ്ങൾക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റാക്കി മാറ്റുക. അതാണ് തന്ത്രം. പഴയ രീതിയിൽ അവിടെ ഒരു ക്രമസമാധാന നില തിരിച്ചു കൊണ്ടുവരാൻ അവിടുത്തെ UP സർക്കാരിന് കഴിഞ്ഞു. അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ എന്തായിരുന്നതിനും ചോരക്കളമായിട്ട് എൻ്റെ UP ഗുജറാത്തിൽ നടന്ന കലാപം പോലെ കലാപങ്ങളുണ്ടായി നശിച്ച് നാറാണക്കൽ വെച്ചേനെ തന്ത്രപരമായ യോഗി സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. അപ്പോൾ അതൊന്നുകൂടെ കോലിട്ടിളക്കി കുളമാക്കാൻ വേണ്ടിയാണ് ആങ്ങളെയും പെങ്ങളും കൂടെ അവിടെ ടൂർ നടത്തിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.